ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് നോക്കാം. അവരുടെ ലേറ്റ് നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണ് എന്നറിയാൻ ശ്രമിക്കാം. അപ്പോൾ ആ ഒരു പൗർണമി എഫക്റ്റ് ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവറോൾ എനർജി എടുത്ത് നോക്കാം. സ്ട്രെസ്, ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്, ദ ഫൂൾ, കംപ്ലീഷൻ. അപ്പോൾ ഇവിടുത്തെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചുവറായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് എനർജിയിൽ കാണാം ആ ഒരു സ്ട്രെസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സമ്മർദ്ദം അല്ലെന്നുണ്ടെങ്കിൽ ഡിഫെൻസീവായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുള്ള ഒരവസ്ഥയെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിലും ഈ പറഞ്ഞതുപോലെ ഒരുപാട് സമ്മർദ്ദം, മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. പരസ്പരം ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസം, ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി പക്വമായിട്ട് കാണാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരുപാടൊരു കൺട്രോളിങ്, പൊസസീവ്നെസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് പേഴ്സണെ നിയന്ത്രിക്കാനുള്ളൊരു ത്വര കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഇടപെടാതെ മാറി നിൽക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സ്പേസ് പാർട്ട്ണറിന് വേണമെന്ന് സ്വയമേ തോന്നുന്ന ഒരു അവസ്ഥയായിരിക്കാം. ചില കാര്യങ്ങളിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ്, അതിപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും കോമൺ എനർജി ആയതുകൊണ്ട് ആരുടെ വേണമെന്നുണ്ടെങ്കിലും ആവാം, ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം. അല്ലെങ്കിൽ എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആംഗിൾ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവാം. ആ ഒരു എനർജി നമുക്കിവിടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഷിഫ്റ്റ് നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. വളരെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് സാറ്റിസ്ഫൈഡ് ആവൂ എന്നുള്ള, അല്ലെങ്കിൽ ഒരു കംപ്ലീഷൻ ആവൂ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ ചില റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, പരസ്പരം ഇഷ്ടമുണ്ടാവും. പക്ഷേ ഒരു തർക്കം, വാഗ്വാദങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടമൊക്കെ കാറ്റിൽ പറക്കും. പിന്നെ അവിടെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്ന പോലെ ആ ഒരു കാര്യം ജയിക്കണം എന്നുള്ളൊരു സംഗതിയേ ഉള്ളൂ. അവിടെ നമ്മൾ ഇഷ്ടപ്പെട്ട വ്യക്തിയാണോ എന്നുള്ള ഒരു നോട്ടം ചിലപ്പോൾ 2 പേർക്കും ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഒരാൾക്കായിരിക്കാം. അങ്ങനെ അങ്ങ് പറഞ്ഞു പോവാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു എനർജി അല്ല. അങ്ങനെയുള്ളൊരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം അതൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. പരസ്പരമുള്ള ആ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടാവാം. കൂടുതൽ ഇമോഷണൽ ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്ന ഒരു അവസ്ഥയായിട്ട് തന്നെ നമുക്കിത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൈൻഡ് സ്റ്റേറ്റിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഒരു പിടിവാശികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിട്ടുകൊടുക്കാൻ, ആ സ്നേഹമുള്ളിടത്താണ് നമ്മൾ വിട്ടുകൊടുക്കലുള്ളത് എന്ന് പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവനവൻ്റെ ഭാഗത്തുള്ള തെറ്റുകളാണെന്നുണ്ടെങ്കിലും പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവാം. പ്രത്യേകിച്ച് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വളരെ പൊസസീവ് ആയിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ പേഴ്സൻ്റെ കാര്യത്തിലെങ്കിൽ, അങ്ങനെയൊന്നും വേണ്ടില്ലായിരുന്നു, എൻ്റെ ഭാഗത്ത് ഇന്ന ഇന്ന പോരായ്മകളുണ്ട് എന്നുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസ് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാറി മറിയൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കുറച്ചും കൂടി വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു സംഗതിയായിട്ട് തന്നെ പറയാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു മാറ്റത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള പേഴ്സൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ഒരു മോശം അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ടാവാം. അത് നിന്ന പേഴ്സണിൽ നിന്നൊരു അടുപ്പം, സ്നേഹം, അറ്റാച്ച്മെൻ്റ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവാം. ചിലവർക്ക് ആ ഒരു അതിർവരമ്പുകൾ മുറിയാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ്. നിങ്ങളെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വയം തെറ്റുകളും കാര്യങ്ങളൊക്കെ മനസ്സിലായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിരിക്കും.
അപ്പോൾ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കിനി പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. Six of Swords, Ten of Pentacles, Ten of Wands, Four of Wands, Page of Wands, Eight of Swords, Queen of Cups, Nine of Swords, Hanged Man, Ace of Pentacles, Knight of Swords, the World, Nine of Pentacles, King of Swords, Star, Temperance. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലർക്ക് ആ ഒരു സെപ്പറേഷൻ ഫേസിന് ശേഷം ഒരു റീകൺസിലിയേഷൻ കിട്ടിയിട്ടുള്ളൊരു ടൈമായിരിക്കാം നിങ്ങളുടെ വ്യക്തി ആ ഒരു അകൽച്ചയിൽ നിന്ന് വീണ്ടും അടുപ്പത്തിലേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഇനി ചിലരാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയല്ല, ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നേ ഉണ്ടാവുള്ളൂ. അതായത് സ്റ്റിൽ ചിലപ്പോൾ നോ കോണ്ടാക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അകൽച്ചയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വന്നു ചേർന്നിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് ചുറ്റുമുള്ള മറ്റ് ചില കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അവിടെ അവരുടെയും കൂടി ഒരു സപ്പോർട്ട് വേണ്ടുന്ന ചില കാര്യങ്ങളായിരിക്കാം. അതെല്ലാം അവർക്ക് ചുറ്റുമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അതിൽ നിന്നെല്ലാം ഫ്രീ ആയി അല്ലെങ്കിൽ സമാധാനത്തോടെ നിങ്ങളോടൊപ്പം വന്ന് ചേരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന പോലെ തന്നെ തടസ്സങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതെല്ലാം ദൂരേക്ക് വലിച്ചെറിഞ്ഞ് സമാധാനത്തിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം എങ്കിലേ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു ഫാമിലി ആയിട്ടാണ് കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഡീപ്പായിട്ട് കാണുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു ബന്ധത്തിനകത്ത് വേണം. അല്ലെങ്കിൽ ഇത് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകണം എന്നെല്ലാം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ചുമന്നുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കാം, നമ്മൾ പറഞ്ഞതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, വേറെ പല കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൽ നിന്നെല്ലാം ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സമാധാനത്തിൽ നിങ്ങളിലേക്ക് വരാനായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന പോലെ ലൈഫ് ലോങ് നിലനിർത്തിക്കൊണ്ട് പോകാനും കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ വരണം എന്നവർ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പം മറ്റെന്തെങ്കിലും കെട്ടുപാടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം ഇറങ്ങി നിങ്ങളിലേക്ക് വരാനായിട്ട് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു എനർജിയിലെല്ലാം കാണാം ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ, നിങ്ങളോടൊപ്പമുള്ള ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതെല്ലാം നിങ്ങളൊത്ത് അനുഭവിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലോ അതപ്പോൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, അവർക്കൊരു ഫ്രീ മൈൻഡ് ഉണ്ട്. അതായത് നമുക്കെല്ലാവർക്കും ഉണ്ടാവും, നമ്മൾ സ്വപ്നം കാണുന്ന നമ്മളുടെ മനസ്സിനകത്ത് നമ്മളുടെ സങ്കല്പങ്ങളുള്ളത്, അത് നമ്മളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ജോലിയെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യത്തിൽ നമുക്കൊരു ധാരണ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. അപ്പം എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ഏരിയയിൽ അവർ അത്രയും മതിമറന്ന് നിങ്ങളോടൊപ്പം സന്തോഷിക്കണം എന്നാഗ്രഹിക്കുന്ന ആ ഒരു എനർജി, നിങ്ങളോടുണ്ടാവുന്ന ആ ഒരു അട്രാക്ഷൻ, ഡിസയർ എല്ലാം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവുന്ന ആ ഒരു വൈബ്, ഇതെല്ലാം വേണമെന്ന് ആ ഒരു വ്യക്തി തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും ആ ഒരു പേഴ്സണെ നമ്മൾ പറഞ്ഞ പോലെ അവരുടെ റെസ്പോൺസിബിലിറ്റീസോ മറ്റ് ചില കാര്യങ്ങളോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ എന്ത് വേണമെന്നുണ്ടെങ്കിലാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവരെ ചുറ്റിപ്പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് അവരുടെ മനസ്സ് ഒരുപാട് പ്രേരിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഭാവി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത അവർക്ക് നല്ലതുപോലെ ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അപ്പം അത്രയും സ്വതന്ത്രമായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുമ്പോഴും ചില കാര്യങ്ങൾ അവരെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അത് ചിലപ്പോൾ അവരുടെ ഒരു മെൻ്റൽ ബ്ലോക്കേജ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ആങ്സൈറ്റി, ഫിയർ, സ്ട്രെസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം.
അപ്പോൾ ഈ ഒരു വശത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അവർക്കൊരു സ്റ്റക്നെസ് അനുഭവപ്പെടുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് പരസ്പരം തെറ്റ് പറ്റിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ എന്തായിരുന്നു പോരായ്മ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളായിരിക്കാം, പേഴ്സൺ ആയിരിക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് കാണാം അവര് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് പറ്റിയ തെറ്റുകളായിരിക്കാം. അത് ഓർക്കുമ്പോൾ അവർക്ക് ഇപ്പോഴും വിഷമമുണ്ടെന്നുള്ളത് കാണാം. അപ്പോൾ സ്റ്റിൽ നിങ്ങൾ തമ്മിൽ നോ കോൺടാക്റ്റിലൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യമൊക്കെ അവരെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്താണ് എന്ന് നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. നിങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു കംഫോർട്ട് ലെവലാണ്. അല്ലെങ്കിൽ നമ്മള് ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് എല്ലാം ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വിഷമങ്ങൾ ഇറക്കി വെക്കാൻ സാധിക്കും. നമ്മൾക്ക് ഓടിച്ചെന്ന് എന്ത് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് പോലെ ആ ഒരു സോണിലേക്ക് വരാനായിട്ട് അവര് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം ചിന്തിക്കുമ്പോ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇവരെ ഒരുപാട് കെയർ ചെയ്തിട്ടുള്ള, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ആലോചിക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് ഈ ഒരു വ്യക്തിയോടാണല്ലോ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോയത് എന്നുള്ളതിൻ്റെ ആ ഒരു കുറ്റബോധം, വിഷമമൊക്കെ അവരെ ഇപ്പോഴും അലട്ടുന്നുണ്ടെന്നുള്ളതാണ്. അത് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കില് അത്രത്തോളം അവർക്കത് ഫീൽ ചെയ്യണമെന്നില്ല. കാരണം നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി അവർക്കത് ആ ഒരു വിഷമവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞു പോകും. പിന്നെ യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥയായിരിക്കും. പക്ഷേ ആ ഒരു അകൽച്ചയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്കതൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിലുള്ള ഒരു നീറ്റലായിരിക്കും. എന്നാലും എനിക്ക് അവരോട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ, എന്നെ എത്രയോ സപ്പോർട്ട് ചെയ്ത, എത്രയോ സ്നേഹിച്ച ഒരു പേഴ്സണാണ് എന്നുള്ള ആ ഒരു കുറ്റബോധവും വിഷമവും. ഇപ്പോൾ ചിലരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിന്നുള്ളൊരു പ്രഷർ അവർക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ അതൊരു വലിയൊരു സ്ട്രെസ്സായിട്ട് ചിലപ്പോൾ അവർക്ക് മാറിയിട്ടുണ്ടാവാം. 2 കാര്യങ്ങൾക്കിടയിൽ പെട്ടുപോകുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ, ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു പ്രഷർ അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് കിട്ടുക. ചിലപ്പോൾ തേർഡ് പാർട്ടി ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഒരു വലിയൊരു പ്രഷർ ഉണ്ടാവും. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അകന്ന് നിന്നിട്ടുണ്ടാവുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ആ ഒരു പ്രഷർ നമ്മൾ കണ്ടതുപോലെ ഒരു സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനുള്ള ആഗ്രഹം നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അവരുടെ ഒരു ഫീലിംഗ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും, നൈറ്റ് ഫീലിംഗ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും, ചിലപ്പോൾ നേരത്തെ മുതലേ ആ ഒരു പേഴ്സൺ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. പലപ്പോഴും അവരുടെ ആ ഒരു ഇഷ്ടം അവർ പിന്നിലേക്ക് വെച്ചതായിരിക്കാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചില സമയത്ത് ആ ഒരു പേഴ്സൺ ഇമോഷണലി നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഒരു അപ്സെറ്റോ അല്ലെങ്കിൽ വിഷമോ അല്ലെങ്കിൽ ഓടി വരാനൊക്കെ തോന്നും. എന്നാൽ ചില സമയത്ത് ലോജിക് വൈസ് ചിന്തിക്കുന്ന ആ ഒരു എനർജിയും നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എല്ലാ രീതിയിലും ആലോചിച്ച് നിങ്ങളിലേക്ക് വന്നാൽ മതിയോ എന്നുള്ള ആ ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസ് എനർജിയൊക്കെ നമ്മളിവിടെ കാണുമ്പോൾ, എന്നാൽ ഒരു വശത്ത് വേഗം നിങ്ങളിലേക്ക് ഓടി വരാനായിട്ടും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഒരു വാല്യൂ കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല എന്നുള്ളതായിരിക്കാം. ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കാത്തിരുന്ന് കാത്തിരുന്ന് ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു 2 പേർക്കും തമ്മിലുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ഡിസ്റ്റൻസ് ചിലപ്പോൾ കൂടിപ്പോവും. അല്ലെങ്കിൽ ഇനി വൈകിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്താഗതി വരാറുണ്ട്. അപ്പൊ എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവര് തന്നെ മനസ്സിനകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് ഓടി വരണം എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് കാണുന്നത്. നഷ്ടപ്പെടുത്താൻ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും വൈകരുത് എന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്കിവിടെ കാണാം. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളില് ചിലപ്പോൾ എല്ലാ ഫീലിംഗ്സും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അവരുടെ ഇമോഷൻസ് ചിലപ്പോൾ കംപ്ലീറ്റ്ലി എക്സ്പ്രസ് ചെയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും. കാരണം ഈ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആങ്സൈറ്റി, ഫിയർ ഒക്കെ പല കാര്യത്തിലും ഇപ്പോഴും അവർക്കുണ്ട്. അവരെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ അതെല്ലാം ഉണ്ടാവാം. അപ്പോൾ അതൊരു ഭാഗത്തുണ്ടെങ്കിലും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ ഓടി വന്നിട്ടുള്ളത്. അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ ഉള്ള, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആകുമ്പോഴുള്ള ആ ഒരു പ്രഷർ അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഓടി വന്നിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന പോലെ അതുകൊണ്ട് നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കണക്ഷൻ എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണിന് നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ചില ക്വാളിറ്റീസ് ഈ ഒരു പേഴ്സൺ വളരെ ഇഷ്ടമാണ് എന്നുള്ള ഒരു കാര്യം നമുക്കിവിടെ കാണാം. അത് ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് പോരായ്മ ഉണ്ടായിട്ടും ഒരുപാട് സഹിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും കാര്യമായിട്ട് എഫോർട്ട് ഇട്ടിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. നിങ്ങളുടെ ഹോണസ്റ്റി ആയിരിക്കാം. അതായത് നമ്മൾ എല്ലാ റിലേഷൻഷിപ്പിലും കാണുന്ന ഒരു കാര്യമല്ല നമ്മളുടെ പാർട്ട്ണറിന് നമ്മളോട് റെസ്പെക്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇഷ്ടം ഉണ്ടാവാം, സ്നേഹം ഉണ്ടാവാം. അങ്ങനെ പല വികാരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു റെസ്പെക്റ്റ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ എൻ്റെ പേഴ്സൺ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനം, അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ കൂടി നിങ്ങളെ നോക്കി കാണുന്ന ഒരു പേഴ്സണാണ്.
അപ്പോൾ നിങ്ങളുണ്ടെന്നുണ്ടെങ്കിലാണ് അവർക്കൊരു കംപ്ലീഷൻ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ജേർണിയിൽ തീർച്ചയായിട്ടും അത് അവസാനം വരെയും നിങ്ങൾ വേണം എന്ന ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഒരുപാട് ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് മുന്നോട്ട് പൊരുതി പോകുന്നൊരു പേഴ്സൺ ആയിരിക്കും. ചിലപ്പോൾ ആ ഒരു ക്വാളിറ്റി ആയിരിക്കാം ഈ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഇനിയിപ്പോൾ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും വരാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഹോണസ്റ്റി വേണം എന്നിവർ ചിന്തിക്കുന്നുണ്ട്. ഒരു കാര്യങ്ങൾ മറച്ചു വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഒളിച്ചു വെച്ചോ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ അല്ല. വളരെ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി നിങ്ങളിലേക്ക് വരണം. അല്ലെങ്കിൽ ഇനിയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നല്ലപോലെ അല്ലെങ്കിൽ സുതാര്യമായിട്ട് കാര്യങ്ങൾ പോണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതൊരു നല്ലൊരു ഫാക്ടറാണ്. കാരണം ഇപ്പോൾ ചില റീഡിംഗ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ അവർ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും, വരണം എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ചില കാര്യങ്ങൾ മറച്ചു വെക്കുക, മാനിപ്പുലേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു എനർജി നമ്മൾ കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. നേരത്തെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒളിമറകളും കള്ളത്തരങ്ങളും പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഇപ്പം അതൊന്നും വേണ്ട. ഇത് നല്ല രീതിയിൽ പോവാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ബന്ധം നല്ല രീതിയിൽ പോണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ അത് അതേപടി ഇതിനകത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു റിന്യൂവലിന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കാംനെസ് അത് അല്ലെങ്കിൽ ആ ഒരു നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഹീലിംഗ് എനർജി ആയിരിക്കും. ഇതെല്ലാം ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ 2 പേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതെല്ലാം ഹീലായിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോണം എന്നുള്ള അവരുടെ ആ ഒരു എനർജി നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. ഒരുപക്ഷെ നിങ്ങളെന്ന് പറയുന്ന അവരുടെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നിരിക്കാം, പ്രതീക്ഷയായിരുന്നിരിക്കാം. അപ്പോൾ അതെല്ലാം ഇപ്പോഴും ഈ ഒരു പേഴ്സൺ ഉണ്ട്. നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ആ ഒരു ആഹ്, അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെടും. കാരണം അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ്. പണ്ടുണ്ടായിരുന്നതിനേക്കാൾ എന്തൊക്കെയോ പ്രത്യേകതകൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം വന്നല്ലോ എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഹീലിംഗ് പൊട്ടൻഷ്യലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കവിടെ വന്നിട്ടുള്ളത്. ഇനി അതുപോലെ നമ്മൾ ഈ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു ഫ്ലോയിൽ എൻജോയ് ചെയ്ത് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി, ആ ഒരു ഇക്വിലിബ്രിയം ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പരസ്പരം ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തന്ന് നല്ലതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് പോകണം. വളരെ ശാന്തമായിട്ട് പോകണം. ഈ ഒരു പേഴ്സൺ നമുക്കത് ഇവിടെ കാണുന്ന ഒരു കാര്യമാണ്. അവരൊരു പീസ് അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് സോണൊക്കെ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഇല്ലാത്തതും ചിലപ്പോൾ അതായിരിക്കാം. തേർഡ് പാർട്ടിയിൽ നിന്നൊക്കെ ഒരുപാട് പ്രഷർ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയായിരിക്കാം. ചിലർക്ക് ഭയങ്കര ബഹളം വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിപിടി, വഴക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ വളരെ പേടിയാണ്, താല്പര്യമില്ലാന്ന് വെക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാത്തിനും ഫൈറ്റ് ചെയ്യാത്ത വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് എല്ലായിടത്തും അവരൊരു ശാന്തി, സമാധാനം, സന്തോഷമൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി, ഒരു കംഫർട്ട് ലെവൽ ഇവിടെ കൂടുതലായിട്ട് നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ കാര്യം നമ്മൾ നൈറ്റ് ഫീലിങ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കൂടുതലായിട്ട് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇമോഷണൽ ഡെപ്ത് ഒക്കെയാണ് കൂടുതലും വരാറുള്ളത്. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ ഒരു ആ ഒരു കാംനെസ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അല്ലെങ്കിൽ നിങ്ങളെ അവർ കാണുന്നത് ചിലപ്പോൾ അവരുടെ ഒരു സേഫ് പ്ലേസ് ആയിട്ടൊക്കെ ആയിരിക്കാം. ആ ഒരു ഇത് പാമ്പറിങ് അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ അവർ ഒരുപാട് എൻജോയ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു കംഫർട്ട് ലെവൽ അവർ നിങ്ങളിൽ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നിങ്ങളുടെ ആ ഒരു ഇപ്പോഴുള്ള ഒരു ഓവറോൾ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പൂർണ്ണത വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ വരണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക് വന്നിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴത്തെ ഒരു ആ ഒരു നൈറ്റ് എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ സത്യസന്ധമായിട്ട് തുറന്ന് പറഞ്ഞു പോയാലേ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടാവും. എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ആ ഒരു വ്യക്തി എന്നുള്ള ആ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സണോടാണല്ലോ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ള ആ ഒരു വിഷമം കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മറ്റൊരു ലെവൽ അല്ലെങ്കിൽ വേറൊരു എക്സ്ട്രീമിലേക്ക് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ വളരെ ലക്കിയാണെന്ന് പറയാം. കുറേ പ്രോബ്ലംസ് ഒക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു തിരിച്ചറിവ് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പറഞ്ഞ പോലെ ഒരു ഷിഫ്റ്റ് നല്ലതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾക്കും ചിലപ്പോൾ ഈ പറഞ്ഞ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. ആ ഒരു അക്സെപ്റ്റൻസ് വന്നിട്ടുണ്ടാവാം. പിടിവാശികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടാവാം. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്
എന്നുള്ള ആ ഒരു തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ വളരെ ഒരു പോസിറ്റീവ് വൈബുള്ളൊരു എനർജി നമുക്ക് കാണാം. കുറച്ചൊരു സ്റ്റക്നെസ്സും അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വേറെ പല ഭാഗത്തുനിന്ന് പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളിൽ നിന്നുള്ള ഒരു കംഫർട്ട് ലെവൽ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 12, നമ്പർ 14, നമ്പർ 17 ആൻഡ് നമ്പർ 21. ഇനി ഇതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ലിയോ, സെജിറ്റേറിയസ്, സ്കോർപ്പിയോ, പൈസിസ്, എക്വേറിയസ് ആൻഡ് ടോറസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. ചിലർ ഓൾറെഡി വന്നിട്ടുണ്ടാവാം, ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.